നമ്മളെവിടെ പോകുന്നേ? നമ്മളെവിടെ പോകുന്നേന്ന്? ആരുടെ കരോട്ട്? അമ്മൂമ്മയുടെ കരോട്ട്. എന്തിനാ പോണേ? ബെടക് വെട്ടാൻ പോവാണോ? ആരാ വിറക് വെട്ടുന്നേ? പൊന്നാണോ വിറക് വെട്ടുന്നേ? ഇപ്പൊ ഹോമയിലല്ല പോകുന്നേ. ഞാൻ ഹോമയിലാട്ടോ പോകുന്നേ. തക്കുട് ഹോമയിലല്ല വരുന്നേ. എന്നാ ഞാൻ വരുന്നില്ല ഹോമയില്. തന്നെ പോയിട്ട് വരുമോ ഹോമയില്? ഞാൻ ഇവിടെ നിൽക്കട്ടെ? പിന്നെ തന്നെ പോയി ഹോമയിൽ പോയി ആൾക്കാരോട് വർത്താനമൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കണോ? ഞാനിവിടെ നിൽക്കാം. ഓക്കെ ശരി, ബായ് ബായ്. ഞങ്ങൾ ഇന്നൊരു ചക്ക ഇടാൻ പോയ കഥയാട്ടോ. ചക്ക ഇടാനായിട്ട് പോയതല്ല, അമ്മ ജോലി ചെയ്യുന്നിടത്ത് കയറിപ്പോയത്. അപ്പം അവിടെ ആകുമ്പോഴത്തേക്കും വൈഫൈ കിട്ടും. ഞാൻ ഇവിടെ നിൽക്കുന്നിടത്ത് ഞങ്ങൾക്ക് ഇവിടെ റേഞ്ചും കാര്യങ്ങളും ഒന്നും അങ്ങനെ കിട്ടത്തില്ല, 5G ഒന്നും കിട്ടത്തില്ല. അപ്പം അമ്മ കയറിപ്പോയപ്പോൾ അമ്മയ്ക്ക് ഡെയിലി പോയി നോക്കണം. കാരണം ഇപ്പോൾ ഓഫ് സീസൺ ആണെങ്കിൽ പോലും ഇവർക്ക് അങ്ങനെ ഗസ്റ്റ് വരുന്നില്ല ഇവിടെ. നമുക്ക് വെള്ളത്തിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കാരണം ഗസ്റ്റ് കുറവുണ്ട്. എന്നാലും ഡെയിലി പോയി നോക്കണം. അപ്പം അമ്മ കയറിപ്പോയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലുള്ള ദിവസമായത് കാരണം ഞാനിവിടെ കയറിപ്പോയി. അന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പറമ്പിൽ ചെറിയ ഈ ചക്ക പഴുത്ത് കഴിയുമ്പോൾ ഒരു സ്മെല്ല് വരും. അപ്പം അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പോയി നോക്കാമെന്നും പറഞ്ഞ് വെറുതെ ഞങ്ങൾ പോയി നോക്കിയില്ല. അപ്പോൾ ഒരെണ്ണം ഇടാമെന്നും പറഞ്ഞുകൊണ്ട് പോയി നോക്കി. പക്ഷേ 3 ചക്ക കിട്ടി കേട്ടോ. പിന്നെ അമ്മച്ചി ഇതിൻ്റെ അകത്തൊക്കെ എക്സ്പെർട്ടായത് കാരണം അമ്മ പെട്ടെന്ന് കയറി ഇട്ടു. അവിടെ ചെറിയ പ്ലാവായിരുന്നു. അപ്പോൾ അത് കാരണം അത്തേലെ നമുക്ക് കൈ എത്തുന്നിടത്തുനിന്ന് തന്നെ പറിക്കാൻ പറ്റി. അങ്ങനെ ഒരെണ്ണം കിട്ടി. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ 2 എണ്ണം കൂടെ കിട്ടി. അങ്ങനെ ഒരു പച്ചയും 2 പഴവും കൂടെ ഇട്ട് കേട്ടോ. എന്നിട്ട് എനിക്കിത് വെട്ടാനൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അങ്ങനെ വെട്ടാൻ അറിയത്തില്ല. അമ്മയ്ക്ക് പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനറിയാം കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കുടു ഈ വർഷം ആദ്യമായിട്ട് ചക്ക കഴിക്കുക. അത് തന്നെയല്ല, അവൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ളൊരു കാര്യം വേറെയില്ല. എങ്ങനെയുണ്ട്? അത് ഇച്ചിരി കഴിക്കേ. എങ്ങനെയുണ്ട്? സൂപ്പറാണ്, അടിപൊളി. നമുക്ക് അട ഉണ്ടാക്കാം. തക്കുടുവിന് ബാക്കിയുള്ള ഓരോരോ ഫ്രൂട്ട്സിനെയൊക്കെ അപേക്ഷിച്ച് നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ, ചക്ക, മാങ്ങ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അമ്മച്ചിക്കാണെങ്കിലും അത് ഉണ്ടാക്കി കൊടുക്കാനും എടുത്തു കൊടുക്കാനും ഒക്കെ ഭയങ്കര കാര്യം. ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെ ഇതായിട്ട് കിട്ടുള്ളൂ. അതൊന്നും ഞങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും കൊണ്ടുവരും. അതിൻ്റെ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് കൊണ്ടുവരും കേട്ടോ. ഇപ്പം ഇതിലൂടെ കയറി വന്നിട്ടില്ല പെണ്ണെ, അല്ലേ നമ്മൾ കാണുമോരൊക്കെ. ഇത് അതിലൂടെ വന്നത് കാരണമല്ലേ കണ്ടേന്നൊക്കെ ചോദിച്ചാൽ അമ്മച്ചി വർത്താനം പറയുമ്പോൾ തക്കുടു ഇത് മുഴുവൻ ഞാൻ തന്നെ തിന്ന് തീർക്കണോ എന്നുള്ള ആലോചനയിലാണെന്ന് തോന്നുന്നു കേട്ടോ. ത്തേക്കും വേണ്ടി അതിനെ ഒരുക്കി ഈ ഒരു പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ അതിൻ്റെ ഞങ്ങളിതിനെ ഈ ചക്കപ്പശ അല്ല ചക്ക അരക്കെന്നൊക്കെ കേട്ടോ പറയുന്നത്, ആ പശ പോലിരിക്കുന്ന സാധനത്തിന് അതൊക്കെ കളഞ്ഞ് അതിനെ ക്ലീൻ ചെയ്ത് അപ്പോൾ പറമ്പിൽ വെച്ച് തന്നെ അതിനെ ഒരുക്കി കൊണ്ടുപോകുവാണെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് അത്രയും കുറച്ച് ചുമന്നാലും മതി. അത് തന്നെയല്ല, അത്രയും ഈച്ചശല്യം അങ്ങനത്തെ ഇത് കൂട്ടൊക്കെ മാറുകയും ചെയ്തോളൂ. നമുക്ക് അതിൻ്റെ തൊണ്ടും കാര്യങ്ങളും ഒന്നും അവിടെ കൊണ്ടുപോയി ഇടണ്ടല്ലോ. അങ്ങനെ ചില സമയത്ത് ഒരളവിൽ കൂടുതലൊക്കെ ഇതുപോലെ ഇങ്ങനെ പച്ചക്ക് ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വയറുവേദനയൊക്കെ വരുവേ. അപ്പോൾ അവള് കഴിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി ഇടയ്ക്ക് പറയുന്നുണ്ട് ഒരുപാട് കഴിക്കരുതെന്ന്. പിന്നെ പക്ഷെ പുള്ളി ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. പൊന്നിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞാൻ പോയി ബക്കറ്റ് എടുത്തോണ്ട് വന്നോ അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞതിന് തക്കുടു എന്നോട് പിണങ്ങി നിൽക്കുവാണേ. എന്നാ കുഴപ്പം? എന്നാ പ്രശ്നം? എന്നാ പ്രശ്നം? വായി ചക്കയൊന്നും ഉണ്ടാൻ പറ്റുന്നില്ലേ? തീർത്തോ? ചവച്ചേർക്ക് മിക്കി ചക്ക
ഇതിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അന്നേരം അമ്മ പറയുവായതേ അതിൻ്റെ എന്നാ ചക്ക വരട്ടി വെക്കുന്നത് ഞങ്ങളിവിടെ. അപ്പം ഞാൻ ഇങ്ങോട്ട് പോരുന്നത് കാരണം എനിക്ക് എപ്പോഴും ഇത് കിട്ടിയല്ലോ. അപ്പോൾ അത് കൂടുതൽ കിട്ടുന്ന സമയത്ത് ആ വരട്ടി വെക്കുന്ന കാര്യമൊക്കെ പറയുമായിരുന്നു കേട്ടോ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ വരട്ടുന്ന വിശേഷമൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.